ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മിണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു കൂട്ടുകാരി വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോളുടെ? എൻ്റെ പേര് നജ ഫാത്തിമ. നജ ഫാത്തിമ ഏത് ദ്വീപിൽ നിന്നാണ് വരുന്നത്? ഇപ്പോൾ ഞാൻ ഉള്ളത് കവരത്തിയിലാണ്. എൻ്റെ ജന്മനാട് ചേത്തലാത്താണ്. മോളുടെ നാടപ്പോൾ ചേത്തിലാത്ത ദ്വീപിലാണല്ലേ? അതെ. അപ്പോൾ കവരത്തിയിൽ ഇപ്പോൾ എന്തിനാ വന്നത്? ഇവിടെ ഉമ്മയ്ക്ക് ജോലിയുണ്ട്. ഉമ്മക്ക് എന്ത് ജോലിയാ? ആയുഷ് ഹോസ്പിറ്റലിൽ. ഉമ്മയുടെ പേരെന്താ? അജിലാനത്ത്. നല്ലൊരു വെറൈറ്റി പേരാണ്. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് മോളുടെ? വീട്ടിൽ ഉമ്മയും ഉപ്പയും അനിയത്തിയും ചേട്ടനും മാമനും അമ്മൂമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടോ? അതെ. കവരത്തി ദ്വീപിലാണോ ഇപ്പോൾ എല്ലാവരും ഉള്ളത്? ഉമ്മയും ഉപ്പാപ്പയും എല്ലാവരും? കുറച്ച് പേര് ചേത്തലാത്തിലുണ്ട്. അപ്പോൾ കുറച്ച് പേര് ചേത്തിലാത്ത ദ്വീപിലാണല്ലേ? അതെ. ഇവിടെ വാടകക്കാണോ താമസിക്കുന്നത് കവരത്തിയിൽ? അതെ. ഓക്കെ. മോളിപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാനിപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ്? PM ശ്രീ ഗേൾസ് സ്കൂളിൽ. അപ്പോൾ നേരത്തെ 5ാം ക്ലാസ് എവിടെയായിരുന്നു പഠിച്ചത് മോള്? GJBS സൗത്തിലാണല്ലേ? അപ്പോൾ ഉപ്പയുടെ പേരെന്താ? നിജാമുദ്ദീൻ. ഉപ്പക്ക് എന്താ ജോലി? ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു. മോളിന്ന് ഇമ്മണി ബെല്ല ലോകത്തിൽ എന്ത് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്? പാട്ടും കഥയും അങ്ങനെ കുറച്ച് പരിപാടികൾ. അപ്പോൾ കുറേ പരിപാടികളായിട്ടാണല്ലേ വന്നിരിക്കുന്നത് നജ? അതെ. അപ്പോൾ നമുക്ക് ആദ്യം പാട്ട് പാടിയാലോ? ഒരു കൂട്ടുകാരെ, നമുക്ക് നജ മോളുടെ ഒരു പാട്ട് കേട്ടിട്ട് വിശേഷങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും. മഞ്ഞും വെല്ലും മണിമാണിക്കത്തിങ്കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറസൂലിനാൽ പൊന്നും പവിയം പൊന്നും വിളിയും പാടും പുള്ളിക്കുയിലും പാരിൽ വന്നത് പത്തരമാറ്റ ഹബീബിനാൽ ബഹറലമുയിവും ബദറലൂറിൻ ചുവടടി മുത്തി മണക്കുമ്പോൾ ചിറകടലുയരും പറവയും ഹറമേ ചരിതമതോഴിപ്പാടും ആ ചരിതത്തോപ്പിൽ ബിംബറിരിപ്പുണ്ട്. ആ ബിംബറിനുള്ളിൽ പൊട്ടിയ കൽവുണ്ട്. ആ പൊട്ടിയ കൽവകമത്തളി മുത്തിയ തടിയുണ്ട്. അത് മൊത്തം സ്വർഗത്തട്ടും തലചുറ്റും ഫർലമുത്തും മണിമുത്തിൽ കലമത് തട്ടും മുട്ടും നിറ്റം സ്വർഗമതത്തും ഏറ്റം നിറ്റം പൂമണമത്തും കൊതിയുണ്ട്. അല്ലാഹുവിൻ്റെ നിത്യമലക്ക് കടക്കും നിജമുണ്ട്. മഞ്ഞും വില്ലും മണിമാണിക്കത്തിങ്കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തൂലിനാൽ. നല്ല അടിപൊളി പാട്ടായിരുന്നു. താങ്ക് യു. പാട്ടൊക്കെ എങ്ങനെയാ പഠിക്കാറ് നജ? പഠിപ്പിച്ചാണോ പാട്ടൊക്കെ പഠിപ്പിച്ചു തരാറ്? ഇപ്പോൾ പുതിയ സ്കൂളിലോട്ടാണല്ലേ വന്നത്? അതെ. എങ്ങനെയുണ്ട് പുതിയ സ്കൂള്? കൊള്ളാം, അടിപൊളിയാണല്ലേ? അതെ. പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? പുതിയ കൂട്ടുകാരൊക്കെ കിട്ടി. പേരെന്താ കൂട്ടുകാരികളുടെ? അത്തൂഫ, സഹദിയ, നസ്മീൻ, ജഹറ, വർസാന, റയ്യ, അങ്ങനെ കുറെ കൂട്ടുകാരുണ്ട്. അങ്ങനെ കുറേ കൂട്ടുകാരികളുണ്ടല്ലേ? അതെ. അപ്പം മോള് നാട്ടിലോട്ട് എപ്പോഴാ പോകാറ്? വെക്കേഷൻ ആകുമ്പോൾ പോകും. വെക്കേഷൻ സമയത്ത് പോവോ? അവിടെ നാട്ടിൽ ആരൊക്കെയുണ്ട്? മൂത്തമ്മ ഉണ്ട്, മൂത്തമ്മയുടെ കുട്ടികളുണ്ട്, കസിൻസ് ഉണ്ട്, നാട്ടിലെല്ലാവരും ഉണ്ട്. നാട്ടിലെല്ലാവരും ഉണ്ടല്ലേ? ഇപ്പൊ നാട്ടില് അവരൊക്കെ വിട്ടു വന്നതിൽ സങ്കടം ഉണ്ടോ മോൾക്ക്? കുറച്ചുണ്ടല്ലേ. വെക്കേഷൻ സമയത്ത് മാത്രമാണോ നിങ്ങളപ്പോ പോകാറ്? അതെ. ഇക്കാക്ക ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇക്കാക്കയുടെ പേരെന്താ? തൻവീർ അസ്ലം. ഇക്കാക്ക എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 9. അപ്പൊ ഇക്കാക്കയുടെ സ്കൂളിലോട്ടാണല്ലേ ഇപ്പൊ പോയത്? അതെ. ഇപ്പൊ ഒരു അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ. അനിയത്തിയുടെ പേരെന്താ? നഫ്ല നിജാം. നഫ്ല ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 4. നഫ്ല ഇപ്പോ നേരത്തെ പഠിച്ച സ്കൂളിൽ തന്നെയാണല്ലേ? അതെ, അവിടെ തന്നെ. അപ്പൊ ഇത്താത്ത പോയപ്പോൾ സങ്കടമൊന്നും ഉണ്ടായിട്ടില്ലേ അനിയത്തിക്ക്? ഉണ്ട്, എപ്പോഴും പിന്നാലെ വരും. അപ്പോഴപ്പോ പിന്നാലെ ഒക്കെ വരും അല്ലേ? അതെ. നേരത്തെ വീടിന്റെ അടുത്തായിരുന്നോ സ്കൂള്? അതെ. ഇപ്പൊ കുറച്ച് ദൂരെ ആയല്ലേ? ഇപ്പൊ കുറച്ച് ദൂരത്തിലാണ് സ്കൂള്. ഇനി നജക്കുട്ടിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ദിവസം ഏതാണ്? ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയപ്പോൾ അല്ലേ? ഫസ്റ്റ് ദിവസം PM ശ്രീ സ്കൂളിൽ പോയപ്പോൾ അവിടെ കളർ ഡ്രസ്സായിരുന്നു, യൂണിഫോം ഒന്നും ഇല്ലായിരുന്നു. ലഡു ഉണ്ടായിരുന്നു, ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് പോകുമ്പോൾ പുതിയ കൂട്ടുകാരെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എന്താ ചെയ്യാറ്? കൂട്ടുകാരൊപ്പം കളിക്കാൻ പോകും. അങ്ങനെ. നിങ്ങൾ എന്ത് കളിയാ കളിക്കാറ്? ഞങ്ങൾ എണ്ണിപ്പിടിക്കും, യൂണോ കളിക്കും, പാട്ട് പാടി കളിക്കും, അങ്ങനെ കുറച്ച് ഗെയിംസൊക്കെ കളിക്കും. അപ്പോൾ അങ്ങനെ കുറേ കളികളൊക്കെ കളിക്കും അല്ലേ? അതെ. അടുത്തതായി ഇമ്മിണി ബെല്ല ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? കഥ. അപ്പൊ കൂട്ടുകാർക്ക് വേണ്ടി നമുക്കൊരു കഥ പറയാം. ഓക്കെ. നമസ്കാരം. പണ്ട് ഒരു കാട്ടില് ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു.
മടിയനായ സിംഹരാജാവ് ഭക്ഷണം കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. അപ്പോൾ സിംഹരാജാവിന് ഒരു ബുദ്ധി തോന്നി. കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഓരോരോ മൃഗങ്ങളായിട്ടും എൻ്റെ ഗുഹയിലോട്ട് ഭക്ഷണമായി വരണം, അല്ലെങ്കിൽ എല്ലാവരെയും ഞാൻ ഒറ്റയടിക്ക് തിന്നു തീർക്കും. അപ്പോൾ കാട്ടിലെ മൃഗങ്ങളൊക്കെ പേടിച്ച് സമ്മതിച്ചു. കാട്ടിലെ രാജാവിന് സന്തോഷമായി. അങ്ങനെ ഓരോരോ ദിവസമായിട്ട് മാൻ, പുലി, ആന, മുയൽ, അങ്ങനെ കുറേ ജീവികളൊക്കെ പോയി. ഒരു ദിവസം ഒരു മുയൽ പോകുമ്പോൾ മുയലിന് ഒരു ബുദ്ധി തോന്നി. മുയൽ ഓടിക്കൊണ്ട് പോയി ഗുഹേൻ്റെ അടുത്തിൽ പറഞ്ഞു സിംഹരാജാവിൻ്റെയോട്, സിംഹരാജാവേ, ഒരു സിംഹം അവിടെ നിന്ന് പറയുന്നു, നിങ്ങളുടെ കാട്ടിലെ രാജാവ് എന്ത് മടിയാനാണ്, ഇങ്ങനെയുള്ള രാജാവിനെയൊക്കെ എങ്ങനെയായിട്ട് രാജാവായിട്ട് കണക്ക് കൂട്ടുന്നു അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ സിംഹരാജാവിന് ദേഷ്യം വന്നു. ആ സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞു. എന്നിട്ട് ആ മുയൽ കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് കാണിച്ചു കൊടുത്തു ഒരു കിണറ്റിൻ്റെ അകത്തിൽ. അപ്പോൾ ആ സിംഹരാജാവ് നോക്കുമ്പോൾ സിംഹരാജാവിൻ്റെ നിഴൽ കാണുന്നുണ്ട്. അപ്പോൾ സിംഹരാജാവ് മണ്ടനാണ്, അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ സിംഹരാജാവ് പറഞ്ഞു, ആരാണ് അങ്ങനെ പറഞ്ഞത് എൻ്റെയൊക്കെ? അപ്പോൾ പറഞ്ഞു, അവിടെ നിന്ന് അങ്ങനത്തെ ഉത്തരം തന്നെ കിട്ടി. അപ്പോൾ സിംഹരാജാവ് പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വെല്ലുവിളിക്കാൻ വാ എന്ന് പറഞ്ഞു. അപ്പോൾ അകത്തുനിന്ന് തന്നെ അങ്ങനത്തെ സെയിം ഉത്തരം തന്നെ കിട്ടി. അപ്പോൾ ആ സിംഹരാജാവ് ഒറ്റച്ചാട്ടം അതിൻ്റെ അകത്തിലോട്ട്. അങ്ങനെ ആ സിംഹരാജാവും പോയി വേറെ ഒരു നല്ല സിംഹരാജാവിനെ രാജാവാക്കി. ഗുണപാഠം: മണ്ടനായ സിംഹരാജാവിനെ പറ്റിച്ചിട്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു. താങ്ക് യു. നല്ല അടിപൊളി കഥ ആയിരുന്നു. പിന്നെ വീട്ടിൽ ഉമ്മമ്മ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഉമ്മമ്മ കഥ ഒന്നും പറഞ്ഞു തരാറില്ലേ? ഉമ്മമ്മ പറഞ്ഞു തരാറുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ. ഉമ്മമ്മയെ കാണുന്നത് വെക്കേഷൻ സമയത്തായിരിക്കും അല്ലേ? അപ്പോൾ പറഞ്ഞു തരുമായിരിക്കും അല്ലേ? അതെ. അപ്പം ഇങ്ങനത്തെ കഥകളാ പറഞ്ഞു തരാറ്? കാട്ടിലെ കഥകളൊക്കെ പറയും, പിന്നെ നബിയുടെ കഥയൊക്കെ പറയും, പഴയ കഥയൊക്കെ പറയും. അപ്പം കുറേ കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലേ ഉമ്മമ്മ? അതെ. ഉമ്മമ്മയുടെ പേരെന്താ? ഹുമേറത്ത്. ഉമ്മമ്മക്ക് ഇപ്പം എത്ര വയസ്സായിട്ടുണ്ടാവും? 63. 63 വയസ്സായില്ലേ? അപ്പം പഴയ കഥയൊക്കെ ഉമ്മമ്മ പറഞ്ഞു തരാറുണ്ടല്ലേ? അതെ. ഓക്കെ. നജാമോളിപ്പോൾ ആദ്യമായിട്ടാണോ ആകാശവാണിയിലെ പരിപാടി അവതരിപ്പിക്കുന്നത്? ഞാൻ വേറെ ഒരു പരിപാടി ഗ്രീൻ ക്വിസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗ്രീൻ ക്വിസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ? അതെ. അതിലെങ്ങനെയായിരുന്നു? ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയോ? അതെ. സമ്മാനം കിട്ടിയല്ലേ? അതിപ്പോൾ രണ്ടാമത്തെ പരിപാടിയാണല്ലേ പങ്കെടുക്കുന്നത്? അതെ. നജാമോളിപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് വൈകുന്നേരങ്ങളിൽ എന്താ ചെയ്യാറ്? ചില സമയത്ത് കൂട്ടുകാരൊപ്പം കളിക്കാൻ പോവാം, അല്ലെങ്കിൽ ക്രോഷ് ചെയ്യും. ക്രോഷൊക്കെ ചെയ്യാറുണ്ടോ? അതെ. ഏത് തരം ക്രോഷാ ചെയ്യാറ്? ഫ്ലവർ, മാറ്റ്, അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ ചെയ്യാറുണ്ടല്ലേ? അതെ. അപ്പോൾ ഇതെവിടെന്നാ പഠിച്ചത് മോള്? ഉമ്മ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉമ്മ പഠിപ്പിച്ചു തന്നതാണല്ലേ? അല്ലാതെ വേറെ ക്ലാസ്സിലൊന്നും പോയിട്ടില്ല? അല്ല, പോയിട്ടില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഫ്ലവറൊക്കെ ഉണ്ടാക്കുമോ? ഞാനിപ്പോൾ സ്കൂൾ വിട്ട് വന്നാൽ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും. പിന്നെ എന്താ ചെയ്യാറ്? പിന്നെ ഇതുപോലെ ഗെയിമൊക്കെ കളിക്കും. അങ്ങനെ. നജാമോളുടെ പഠിക്കാനൊക്കെ ആരാ സഹായിക്കുന്നത് കൂടുതലായിട്ട്? ഉമ്മയും വാപ്പയും രണ്ടുപേരും സഹായിക്കും. രണ്ടുപേരും സഹായിക്കാറുണ്ടല്ലേ? അതെ. അടുത്തതായി മണിവെള്ളി ലോകത്തിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്? പാട്ടാണല്ലേ? കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടാം നമുക്ക്. അതെ. രാരി രാരി രേ രാരി രാരി രേ രാരി രാരി രേ രാരി 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 രേ അടുത്തി 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 മുള്ളിക്കട്ടിൽ കള്ളിച്ചെരുപ്പലരുത്തി അടുത്തി കണ്ണാടിനെഞ്ചിൽ കല്ല് വീണപ്പലരുത്തി അടുത്തി മുന്തിരിക്കള്ള കള്ള കൊണ്ടൊരു മയക്കി മയക്കി എണ്ണക്കറപ്പിയേ എൻ്റെ കണ്ണു മുരിങ്ങി ഞാൻ മരിച്ച രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ എണ്ണക്കറപ്പിയേ എൻ്റെ കണ്ണു മുരിങ്ങി ഞാൻ മരിച്ച രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ. ഉപ്പത്തൊട്ടി മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ, അതിൽ മിന്നൽ കണ്ട് കൂലി കോർത്ത് നെഞ്ചിൽ അന്നവൾ. കെത്തീരിയും സൂര്യനെ പൊട്ടുപോലെ തട്ടിനിൻ്റെ പൊട്ടുപോലത്തെ വിരൽ കണ്ട പാറക്കല്ലും പൊട്ടിനിൻ്റെ മാംഗോ വരച്ചതോ മെർലി മാംഗോവിൻ്റെ മണ്ണിൽ ജനിച്ചതോ സൂഫിക്കാതിക്കാ മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയനിലും വിപ്ലവം ജനിച്ചതോ. നിന്റെ പേര് കവിതയോ? രാത്രി ഉറക്കം കടുത്ത മരുമയും മണവരുതയോ? നിന്റെ കനവ് കാണാൻ നേർത്തിയില്ല വീണ വെറുതെയോ? നെഞ്ചു ചാരമായി കിടന്നൊരുള്ള വീണിഷ്പറവയോ? കറുപ്പറാണ് പേരാണ് എന്നെ തിളക്കമാണ് ചാണി എൻ്റെ ഊനും കൂടെ വാണി ഏതൊരു മധുരം എനിക്ക് താടി
മധുരം എനിക്ക് താടി, സ്വർഗവാതിൽ തേടി എൻ മോഹം തീർക്കുമാനി, എൻ മോഹം തീർക്കുവാനി, മോണലോവേ മോഹലാലേ എൻ്റെ നാളെ പ്രേമലീലേ, മോണലോവേ മോഹലാലേ എൻ്റെ നാളെ പ്രേമലീലേ. അടിപൊളി പാട്ടായിരുന്നു. താങ്ക് യു. വേറെ പാട്ടറിയോ നജാമൾക്ക്? ആ, വേറൊരു മാപ്പിളപ്പാട്ട് പാടാം. ഓക്കെ. മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. അതിലേതു ജാതിക്കും കേറാമെന്നാക്ക്, അതിവേഗം നിസ്കാര പായ വിരിക്ക്. പടപ്പോട് പിരിശത്തിൽ നിന്നോളി. അടിപൊളി പാട്ടായിരുന്നു. താങ്ക് യു. നേരത്തെ പാടിയത് ഏത് പാട്ടായിരുന്നു? റാപ്പ്. റാപ്പാണല്ലേ. കൂടുതലും ഏത് പാട്ടുകളാണ് ഇഷ്ടം? റാപ്പ് സോങ്ങുകളാണോ കൂടുതൽ ഇഷ്ടം? അതെ. നമ്മളിപ്പോൾ എത്രാം ക്ലാസ് തൊട്ടാണ് ഇവിടെ പഠിക്കുന്നത്? കവരത്തിയില് 3-ാം ക്ലാസ് തൊട്ടാണല്ലേ? അതെ. ചേത്തിലാത്ത ദ്വീപിൽ 3-ാം ക്ലാസ്സിൽ നിന്ന് വന്നതാണോ? അതെ, ഞാൻ 3-ാം ക്ലാസ്സിനാണ് വന്നത്. 3-ാം ക്ലാസ് തൊട്ട് ഇവിടെ പഠിക്കുകയാണല്ലേ കവരത്തിയില്? അതെ. 3 വയസ്സ് മുതൽ ഇവിടെ ആയിരുന്നു. പിന്നെ നേഴ്സറിയൊക്കെ കഴിഞ്ഞ് 1-ൽ നിന്ന് പോയി നാട്ടിലോട്ട്. പിന്നെ 2 പഠിച്ചിട്ട് 3 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ 3 മുതൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? അതെ. ഇപ്പൊ 6-ാം ക്ലാസ് എത്തിയല്ലേ? അതെ. അവസാനമായി കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടാം. നിന്നെ ഞാനന്നേ എൻ്റുള്ളാകെ തുന്നിയതല്ലേ, പിന്നെ മിണ്ടാതെ കണ്ണാളെ ഞാൻ ചൊല്ലിയതല്ലേ, പെണ്ണെ വൈ വന്നേ പിന്നാലെ ജില്ലായിരുന്നേ തന്ന്, പിറ പോലെ ചിരി തന്നേ നീ എന്നെ കൊന്ന്. തോണേ കൽബ് പാറുന്നുണ്ട് മാനത്ത്, മുകിലാറിപ്പോയെ കുളിരേഖ മുകിലേറുന്നുണ്ട് ചാരത്ത്. പിന്നെ ഞാൻ നോക്കിയതെന്തും നീയില്ലാതെ വന്നില്ലെന്നും, ഹരം കണ്ട് മാറിയ നെഞ്ചും കരവും മെല്ലെ നീട്ടിയ മഞ്ചും. അരിപടി പറഞ്ഞൊരു കല്ലാണ്, ഷാഫിക്ക പറഞ്ഞൊരു ചൊല്ലാണ്, ഹലോ തിവിത്തോട്ട് കൂട്ടാണ്, അരിമുല്ല മനസ്സ് തന്നാളെ അകലത്തിലിരിക്കണ ദരതാണ്, അടുപ്പത്തിലിരിക്കൽ ഫറലാണ്, തിടുക്കത്തിലൊരുങ്ങടി പെണ്ണാളെ, അരിപ്പോ തിരിപ്പോ കളിയാണേ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു പാട്ട്. താങ്ക് യു. കൂടുതൽ ഇങ്ങനത്തെ പാട്ടുകളാണോ നെജയ്ക്ക് ഇഷ്ടം? അതെ. അപ്പോൾ ഇനി സ്കൂളിലൊക്കെ പോയാൽ പറയോ ഇങ്ങനെ ഇമ്മണിവലി ലോകത്തിൽ പങ്കെടുത്തതെന്ന് കൂട്ടുകാരികളോട്? ഞാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അതെ. അപ്പം നജ കുട്ടിയുടെ പാട്ടും കഥയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു അവസരം കിട്ടിയാൽ ഇമ്മണി ബല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുക്കുമോ? അത് ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. ഇമ്മണി ബല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേണ്ടിപ്പുര.